തിരുവനന്തപുരം DCC മുൻ ജനറൽ സെക്രട്ടറിയും മുൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഉദയകുമാർ BJPയിലേക്ക്. ഉദയകുമാറിനൊപ്പം വട്ടിയൂർക്കാവിൽ നിന്നുള്ള 18 കോൺഗ്രസ് പ്രവർത്തകരും BJPയിൽ ചേരും. കോൺഗ്രസ് അവഗണിച്ചതുകൊണ്ടാണ് BJPയിൽ ചേരുന്നതെന്ന് VN ഉദയകുമാർ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയതോടെ താൻ ശത്രുവായി. 13 മാസമായി കോൺഗ്രസുമായി ഒരു ബന്ധമില്ലെന്നും VN ഉദയകുമാർ 24നോട് പറഞ്ഞു. പാർട്ടി വിടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഒരു അഴിമതി എന്നുള്ളൊരു കാര്യം തന്നെയാണ് മെയിനായിട്ടും ഞാനത് ഉപേക്ഷിക്കാനുള്ള കാരണം. കേസ് താരം KPC പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം ആ KPCയിൽ നടന്ന അത്രയും വ്യാപകമായ തട്ടിപ്പാണ്. കാരണം സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിക്ക് ഒരു മാസത്തെ ചിലവെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. ഇയാൾ എന്താ അവിടെ ചെയ്യുന്നത്? ഇതെല്ലാം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ പിരിച്ചു കൊണ്ടു കൊടുക്കുന്ന പൈസയാണ്. 137, 138 വന്ന പൈസയൊന്നും അവിടെ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ജോഡോ യാത്രയ്ക്ക് വന്ന ഫണ്ടുണ്ട്. അത് വ്യാപകമായി ആൾക്കാരുടെ പേരിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അലക്സ് റാം മുഹമ്മദ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അലക്സ്, ഉദയകുമാർ BJPയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരുകയാണ്. BJP അംഗത്വം സ്വീകരിക്കുകയാണ്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട നേതാക്കൾ. പത്മിനി തോമസ് നമുക്കറിയാം, അവർ KPCCയുടെ കായിക വിഭാഗം മേധാവിയായിരുന്നു. പത്മിനി തോമസ് പാർട്ടിയിൽ തന്നെ വലിയ മുന്തിയ പരിഗണന നൽകിയിരുന്നു പത്മിനി തോമസിന്. അവരാണ് കോൺഗ്രസ് പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ BJPയിലേക്ക് ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 നേതാക്കൾ, തിരുവനന്തപുരം DCC മുൻ ജനറൽ സെക്രട്ടറിയും മുൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ VN ഉദയകുമാറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പാർട്ടിയിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് BJPയിലേക്ക് ചേരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഉദയകുമാറിനൊപ്പം വട്ടിയൂർക്കാവിൽ നിന്നുള്ള 18 കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാധാരണഗതിയിൽ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത് KPCC അധ്യക്ഷൻ K സുധാകരന്റെ വിഭാഗക്കാരനാണ് ഈ VN ഉദയകുമാർ എന്നതാണ് നേരത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്ന കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ, അതായത് പാർട്ടി അവഗണന, ഒപ്പം ജോഡോ യാത്ര തുടങ്ങി പാർട്ടി നടത്തിയ പരിപാടികളിലൊക്കെ താൻ ചൂണ്ടിക്കാട്ടിയ വലിയ അഴിമതിയിൽ പാർട്ടി ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം അഴിമതി ആരോപണം നടത്തിയത്. അതിലൊന്നും പാർട്ടി ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, തന്നെയും ഈ പറഞ്ഞ പ്രവർത്തകരെയും ഒക്കെ വലിയ തോതിൽ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തങ്ങൾക്ക് വേണ്ട അർഹമായ പരിഗണന പാർട്ടിയുടെ ഏത് ഫോറത്തിലും നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം കൂടി BJP വിടുന്നു എന്നുള്ളതാണ്. തമ്പാനൂർ സതീഷും DCC ജനറൽ സെക്രട്ടറിയാണ്. തമ്പാനൂർ സതീഷിനൊപ്പം മറ്റൊരു മുൻ DCC ജനറൽ സെക്രട്ടറി കൂടി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.